നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ശക്തിവേലേറ്റ് താരകാസുരൻ വധിക്കപ്പെട്ടതോടെ അസുരന്മാരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് തൽക്കാലം വിരാമമായി. ദേവകളും മഹർഷിമാരും യക്ഷകിന്നര സിദ്ധ വിദ്യാധര ഗന്ധർവന്മാരും മറ്റും ശ്രീമുരുകനെ പുഷ്പവൃഷ്ടി ചെയ്ത് സ്തുതിച്ചു. ഔഷധപ്രസ്ഥത്തിൽ ചെന്ന് ഹിമവാനെ വന്നിച്ച് ദേവന്മാരോടൊപ്പം ശിവസുതൻ സ്കന്ദഗിരിയിലേക്ക് പ്രവേശിച്ചു. അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു മനോഹര നഗരം. ദേവശില്പി ത്വഷ്ടാവാണ് അതിൻ്റെ നിർമ്മാതാവ്. താരകാസുരനെ വധിച്ചതിനുള്ള പാരിതോഷികമാണോ ശ്രീമുരുകൻ ദേവന്മാരോടൊപ്പം നഗരം നടന്നു കണ്ടു. നഗരത്തിനു മധ്യത്തിലുള്ള സുവർണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. സ്വർണശോഭയോടെ വിളങ്ങുന്ന മന്ദിരം, മതിൽ കെട്ടും ഉന്നതങ്ങളായ ഗോപുരങ്ങളും മറ്റും രാജകീയ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന വിധമാണ്. ചുറ്റും പലതരം വസതികൾ, രാജവീഥികൾ, കിണറുകൾ, ഉദ്യാനങ്ങൾ. സപ്തഋഷികളും ദേവന്മാരും ചേർന്ന് ശ്രീമുരുകനെ രത്നകവിചിതമായ മണിപീഠത്തിലേക്ക് ആനയിച്ചിരുത്തി. ദേവദുന്ദുഭിയും ശംഖുനാദവും ഉയർന്നു. എല്ലാവരും സ്തോത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. അന്നു മുതൽ അവിടം ശിവസുതന്റെ വാസസ്ഥലമായി തീർന്നു. അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് താരകപുത്രൻ യുദ്ധക്കളത്തിലെത്തി. പിതാവിൻ്റെ മാറിടം പിളർന്ന് രക്തം ഒഴുകുന്നത് കണ്ട് അവൻ ഒരു നിമിഷം അസ്തപ്രജ്ഞനായി നിന്നു. ദുഃഖം അടക്കി പിടിച്ചുകൊണ്ട് അവൻ തേങ്ങിക്കരഞ്ഞു. പലതും പുലമ്പി, വിധിയെ പഴിച്ചു. അമ്മമാരുടെ ദുഃഖം കണ്ട് അവൻ്റെ മനസ്സ് വേദനിച്ചു. അഗ്നികുണ്ഡം ഒരുങ്ങി. തീ പടർന്നു കത്തി. പിതാവിൻ്റെ ശവശരീരം ചിതയിലേക്ക് എടുത്തുവെച്ചു. അഗ്നി ജ്വലിച്ചു. അമ്മമാർ കരഞ്ഞുകൊണ്ട് ചിതയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചു. അവർ സതി അനുഷ്ഠിച്ച് ഭർത്താവിനെ അനുഗമിച്ചു. പുത്രൻ പിതൃകർമ്മങ്ങൾ ചെയ്തു. ഇനി എന്തു വേണമെന്ന് ആലോചിച്ച് താരകപുത്രന് ഉറക്കം നഷ്ടമായി. അവൻ ചിന്തയിലാണ്ടു. വലിയച്ഛനെ കാണണം. ശൂരപത്മാസുരൻ, താരകാസുരന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, ദക്ഷിണസാഗരത്തിലുള്ള വീരമഹേന്ദ്രപുരിയിലെ രാജാവ്. താരകപുത്രൻ കഥകളെല്ലാം ശൂരപത്മാവിനെ ധരിപ്പിച്ചു. വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനുമെല്ലാം പങ്കുചേർന്ന ചതിയുടെ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ ശൂരപത്മാസുരൻ മുരുകനെയും ദേവന്മാരെയും വധിച്ച് പകരം വീട്ടുന്നതാണെന്ന് സത്യം ചെയ്തു. അനിയന്റെ പുത്രനെ ആശ്വസിപ്പിച്ചു. അസുരന്മാരുടെ വംശപാരമ്പര്യം നിലനിർത്താൻ കഴിയാതെ പോയാൽ ജീവിച്ചിരുന്നിട്ട് എന്തു ഫലമെന്നായിരുന്നു ശൂരപത്മന്റെ ചിന്ത. രഥവും സൈന്യവും സജ്ജമാക്കാൻ സൈന്യാധിപന്മാർക്ക് ആജ്ഞ നൽകി. ശൂരപത്മാസുരൻ യജ്ഞത്തിനൊരുങ്ങി. കലിതുള്ളി നിൽക്കുന്ന അസുരനെ സ്വാന്തനപ്പെടുത്താൻ ആർക്കു കഴിയും? ശത്രു യാഥാർത്ഥ്യത്തിൽ ശിവപുത്രനാണെന്ന് തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ല. താരകന്റെ ആജ്ഞതയാണ് മരണത്തിനിടയാക്കിയതെന്ന് പത്മാസുരനോട് പറയാൻ ഭയപ്പെട്ട് മന്ത്രി അമോഘൻ കുഴങ്ങി നിന്നു. നീതി ഉപദേശിക്കാനുള്ള കടമ മന്ത്രിയുടേതാണ്. സാമം, ദാനം, ഭേദം എന്നിവ ഉപേക്ഷിച്ച് നാലാമത്തെ ഉപായം സ്വീകരിക്കുന്നത് ശരിയല്ല. മൂന്നും പരാജയപ്പെട്ടാൽ മാത്രമേ യുദ്ധത്തിന് ഒരുങ്ങാവൂ. അതിനു മുൻപ് മുരുകന്റെ യുദ്ധസന്നാഹങ്ങൾ അറിയണം. ധൃതി പിടിച്ച് തീരുമാനമെടുക്കുന്നത് ആപത്താണ്. ബാലൻ സാമാന്യനല്ല, ശിവപുത്രനാണ്. ശക്തിവേൽ അവന്റെ പക്കൽ ഉള്ളിടത്തോളം കാലം അവന് ആരെയും ഭയപ്പെടേണ്ടതില്ല. പരമശിവനോട് നമുക്ക് വിരോധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പുത്രനും പിതാവിന്റെ സ്ഥാനം തന്നെ നൽകണം. അനുജന്റെ തിരിച്ചറിവില്ലായ്മയാണ് നിഗ്രഹിക്കപ്പെടാൻ കാരണം. ബാലനെ ആദരിക്കുന്നതാണ് ഉത്തമം. എന്നാൽ മന്ത്രിയുടെ ഈ ഉപദേശം പത്മാസുരന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മന്ത്രി പറയുന്നതിലും കാര്യമില്ലേ? പത്മാസുരൻ ചിന്തയിലാണ്ടു. മന്ത്രിയുടെ ഉപദേശപ്രകാരം ശൂരപത്മാസുരൻ മിടുക്കന്മാരായ ഭടന്മാരെ വിളിച്ചു വരുത്തി. അവരെ മയിൽ, കൊക്ക്, പരുന്ത്, മറ്റു പക്ഷികൾ എന്നിവയുടെ രൂപത്തിൽ മായാവേഷം ധരിച്ച് മുരുകന്റെ സങ്കേതത്തിൽ പോയി വിവരം ശേഖരിച്ചു വരാൻ പറഞ്ഞയച്ചു. ശത്രുപക്ഷത്തെ സന്നാഹങ്ങളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ യുദ്ധത്തിൽ അവരെ നേരിടാൻ എളുപ്പമാകുമല്ലോ. ചാരന്മാർ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് യാത്ര തിരിച്ചു. അസുരന്മാരുടെ ഗൂഢതന്ത്രങ്ങൾ മുരുകന്റെ ചെവിയിലെത്തിയിരുന്നു.
എന്നാൽ ശൂരപത്മാസുരനോടുള്ള യുദ്ധം വൈകുമെന്നായപ്പോൾ ദേവൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പുറപ്പെട്ടു. ആദ്യം ശിവസ്ഥാനങ്ങളിലേക്ക്, അവിടെ അധിവസിക്കുന്ന ശിവഭക്തരെ കണ്ടെത്താനും അനുഗ്രഹിക്കാനും. ശ്രീമുരുകനും ദേവന്മാരും ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ട കേദാർനാഥനെ പൂജിച്ചു. അവിടെ എത്താനിടയായാൽ പുനർജന്മം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം. പിന്നീട് കാശി, വിരൂപാക്ഷം, കാളഹസ്തി മുതലായ ക്ഷേത്രങ്ങളും സന്ദർശിച്ചു. തുടർന്ന് ചിദംബരം വഴി കാവേരി തീരത്തുള്ള മണ്ണിയാർ നദിക്കരയിലെത്തി. അന്നു ദേവന്മാരോടൊപ്പം അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചു. അതു മനസ്സിലാക്കിയപ്പോൾ വിശ്വകർമാവ് ഉടനെ അവിടെ ഒരു കൊട്ടാരം നിർമ്മിച്ചു. അവിടെ ശിവപുത്രൻ താമസിച്ച് പാശുപതം എന്ന വ്രതം അനുഷ്ഠിച്ച് പിതാവിനെ പൂജിച്ചു. മഹാദേവൻ പാർവതീ സമേതനായി പ്രത്യക്ഷപ്പെട്ട് പുത്രന് ദിവ്യാസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ഇനി വൈകിച്ചുകൂടാ, ശത്രു സംഹാരത്തിന് പുറപ്പെടുക തന്നെ. ശൂരപത്മാവിനോട് ഏറ്റുമുട്ടാൻ തയ്യാറെടുത്തുകൊണ്ട് ശ്രീമുരുകൻ പാലവനം എന്ന മണലാരണ്യം കടന്ന് തിരുപരങ്കുറ്റം എന്ന മലയിലെത്തി. പ്രകൃതി രമണീയമായ സ്ഥലം. അവിടെ മുനീശ്വരന്മാർ ശ്രീമുരുകനെ കാത്തിരിക്കുകയായിരുന്നു. തപ്തർ, അനന്തൻ, നന്ദി, ചതുർമുഖൻ, ചക്രപാണി, മാലി എന്നീ മുനീശ്വരന്മാരെ ദേവേന്ദ്രൻ മുരുകനു പരിചയപ്പെടുത്തി. ഈ മുനിമാർ വ്യാസമുനിയുടെ മൂത്ത സഹോദരന്മാരായിരുന്നു, പരാശരമുനിയുടെ പുത്രന്മാർ. ദേവേന്ദ്രന്റെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞപ്പോൾ മുരുകൻ സന്തോഷത്തോടെ മുനികുമാരന്മാരെ സ്വീകരിച്ച് തൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി യാത്ര തുടർന്നു. തിരുച്ചെന്തൂരിൽ വിശ്വകർമാവ് നിർമ്മിച്ച മന്ദിരത്തിൽ വിശ്രമിച്ചു. വീരബാഹു ആയിരുന്നു എല്ലാവരുടെയും സംരക്ഷകൻ. ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ മുതലായ ദേവന്മാർ കൂടിയാലോചിച്ച് ദേവഗുരു ബൃഹസ്പതിയെ വരുത്തി. അസുരന്മാരെക്കുറിച്ചും അവരുടെ സേനാബലത്തെക്കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും ദേവഗുരു കുമാരന് നൽകി. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ അസുരന്മാരുടെ കഥ.